വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ഓൺലൈനായി ആരംഭിച്ച യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു, പി ബാലചന്ദ്രൻ MLA, TN പ്രതാപൻ MP തുടങ്ങിയവരാണ് പങ്കെടുത്തത്. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണത്തെ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മറ്റ് കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെയാണ് പൂരം പ്രതിസന്ധിക്ക് വിരാമമായത്. തൃശൂർ പൂരത്തിൻ്റെ തറവാടക എക്സിബിഷൻ്റെ തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട്. ഇരു ദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ ദേശക്കാർക്കും പൂരം ആസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരുന്നു 42 lakhs. 23 കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡ് 220 2 ദേവസ്വങ്ങളും കൂടി പ്രപ്പോസ് ചെയ്തത് 42 ലക്ഷമായിരുന്നു. അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി. ഇതിനോട് സഹകരിച്ച് കേരള മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും MP യോടും MLA യോടും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു മാഡവും എല്ലാവരും ഈ യോഗത്തിൽ രാജൻ മിനിസ്റ്ററും ദേവസ്വം മിനിസ്റ്ററും രാധാകൃഷ്ണൻ മിനിസ്റ്ററും ഇതിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം 39 ലക്ഷം രൂപയായിരുന്നു തറവാടക. ഇക്കൊല്ലം 2.20 കോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് വർധനമെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി BJPയും കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് യോഗം വിളിച്ചത്. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.